നമസ്കാരം. ഇന്നത്തെ വിഷയം ആരാണ് സമ്പന്നൻ, ആരാണ് ദരിദ്രൻ. സമ്പന്നൻ സമ്പത്തുള്ളവൻ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ എല്ലാവരും സമ്പന്നന്മാരാകില്ല. വരവനുസരിച്ച് ചെലവാക്കുന്നവൻ, ആസ്തി അനുസരിച്ച് ബാധ്യത ഉണ്ടാക്കുന്നവൻ, അവരാണ് സമ്പന്നർ. നമ്മുടെ വരവിനപ്പുറം ചെലവ് വന്നാൽ അവൻ ദരിദ്രനാകും. വരവ് 1 രൂപയെങ്കിൽ 99 പൈസ അല്ലെ 1 രൂപ വരെ നിജപ്പെടുത്തി ചെലവാക്കിയാൽ നമ്മുടെ സമ്പത്ത് നമുക്ക് ഉതകത്തക്ക തരത്തിലുള്ളതാകും, നമുക്ക് ചെലവാക്കത്തക്ക തരത്തിലുള്ളതാകും. 1 പൈസ കൂടിയാൽ നമ്മൾ ദരിദ്രനാകും. അപ്പോൾ വരവനുസരിച്ച് ചെലവാക്കുന്നവൻ സമ്പന്നൻ. ആസ്തി അനുസരിച്ച് ബാധ്യത ഉണ്ടാക്കുന്നവൻ സമ്പന്നൻ. അതായത് നമ്മൾ ഒരു കടം വാങ്ങുക, ഒരു വണ്ടി വാങ്ങാൻ കടം വാങ്ങും, എല്ലാവരും കടം ഉണ്ടാക്കും. ഒരു വീട് വയ്ക്കാൻ നമുക്കത് വീട്ടാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ ബാധ്യത ഉണ്ടാക്കാവൂ. നമ്മുടെ ആസ്തി അനുസരിച്ചുള്ള ബാധ്യത. ആസ്തിക്ക് അനുസൃതമല്ലാതെ ആസ്തിക്ക് അപ്പുറമുള്ള ബാധ്യത ഉണ്ടാക്കിയാൽ അവനും കടക്കാരനാവും, അവനും സമ്പന്നനല്ല. 100 കോടിയോ 1000 കോടിയോ രൂപ നമുക്ക് വരുമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 100 രൂപ വരുമാനമുള്ളവൻ അവൻ്റെ വരവിനനുസരിച്ച് ചെലവാക്കിയാൽ അവൻ സ്വസ്ഥൻ, സന്തോഷവാൻ, സമ്പന്നൻ. എൻ്റെ ദൈനംദിന ചെലവുകൾ 100 രൂപയിൽ താഴെയാണ്, ഏകദേശം 50 രൂപയിൽ താഴെയാണ്. ഒരു ദിവസം എൻ്റെ ചിലവ്, ചോറ് ഓഫീസിൽ കൊണ്ടുപോകും, വ്യക്തിപരമായ ചിലവാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ സ്കൂട്ടർ, ഒരു 20 രൂപയുടെ പെട്രോൾ, അല്ല 25 രൂപയുടെ പെട്രോൾ. പിന്നെ മറ്റ് ചിലവുകളൊന്നും എനിക്കില്ല. എൻ്റെ ഈ പൈസയുണ്ട്. കാരണം എന്താ? എൻ്റെ വരവിനനുസരിച്ചുള്ള ചിലവേ എനിക്കുള്ളൂ. എനിക്കിന്ന് വരെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായി വന്നിട്ടില്ല, ഈശ്വരാധീനം കൊണ്ട്. അതെന്താ കാരണം? ഞാൻ വലിയ വരുമാനമുള്ള ഒരു വക്കീലായതുകൊണ്ടല്ല, ആവറേജ് വരുമാനമുള്ള വക്കീലാണ്. എൻ്റെ വരവെനിക്കറിയാം, അതിനനുസരിച്ച് ഞാൻ ചിലവാക്കും. ഞാൻ നടന്നു പോകേണ്ടടുത്ത് നടന്നു പോകും, ബസ്സിൽ പോകേണ്ടടുത്ത് ബസ്സിൽ പോകും. 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് വിനോദസഞ്ചാരത്തിന് പോവില്ല. വളരെ വിലക്കുറഞ്ഞ, ചാർജ് കുറഞ്ഞ ആഹാരവും താമസ സ്ഥലവും മാത്രമേ ഞാൻ വിനോദസഞ്ചാരത്തിനും ടൂറിനും ട്രിപ്പിനും ഒക്കെ തിരഞ്ഞെടുക്കാറുള്ളൂ. എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്പന്നനാകണോ? കൂടുതൽ സമ്പാദിക്കണ്ട, നിങ്ങളുടെ വരവറിയുക, അതിനനുസരിച്ച് ചിലവാക്കുക. വരവിനനുസരിച്ച് ചിലവാക്കിയില്ലെങ്കിൽ അവൻ ദരിദ്രനാണ്, അവൻ ഒരിക്കലും ഗതി പിടിക്കത്തില്ല. നന്ദി, നമസ്കാരം.